പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വില്ലേജ് ട്രാവലർ മലയാളം. ഈ കാണുന്ന ചക്കകൾക്കിടയിൽ ഈ പ്ലാവിൽ ഒരു കുഞ്ഞു സസ്യം ഒളിച്ചിരിക്കുന്നുണ്ട്. അതാണ് ഇതിന് മരവാഴ, അങ്ങനെ മറ്റെന്തൊക്കെയോ പേരിൽ ഇത് അറിയപ്പെടുന്നതാണ്. എന്നാൽ ഈ സസ്യം ഒരു ഓർക്കിഡ് വംശമാണ്. കുറേ അധികം ദിവസങ്ങളിലായി ഞാൻ ഈ പൂവിനെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒരേ തരത്തിൽ മാത്രമാണ് പല തവണയായി ഞാൻ വീഡിയോ പകർത്തിയിട്ടുള്ളത്. പൂക്കളുടെ ആയുഷ്കാലവും മനുഷ്യൻ്റെ ആയുഷ്കാലവും തമ്മിൽ വേണമെങ്കിൽ ഒന്ന് താരതമ്യപ്പെടുത്താവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ജീവിത രീതികൾ ഏറെക്കുറെ തുല്യമാണ്. അതിലേക്ക് ഞാൻ വരും മുമ്പ് ഈ എത്ര സുന്ദര പുഷ്പങ്ങളാണിത്. പൂ കൂടുന്നതാണ്. കുറേ അധികം ആയുസ്സുള്ളൊരു പുഷ്പമാണ്. ഏതാണ്ട് 3 ആഴ്ചക്കാലത്തോളം ഇത് നിലനിൽക്കും. ജനിക്കുക, ജീവിക്കുക, പിന്മാറുക, മരിച്ചു പോവുക. അതെ, എല്ലാം അങ്ങനെ തന്നെയല്ലേ എല്ലാ ജീവവർഗങ്ങളും. ഫിലോസഫി പറഞ്ഞ് ബോറടിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. മൂന്ന് ആഴ്ച ക്ഷമയോടെ കാത്തിരുന്ന് ഞാൻ പകർത്തിയെടുത്തതാണ് ഈ വീഡിയോ. ഇതിനുള്ളിൽ ഒരു ചക്കയുമുണ്ട്. അവസാന നിമിഷം വീഡിയോ പകർത്തുമ്പോൾ ഈ ചക്കയൊക്കെ പ്രായപൂർത്തിയെത്തി അവരൊക്കെ അവരുടെ വഴിക്ക് പോയി കഴിഞ്ഞിരുന്നു. അല്ല, ഞാൻ പറിച്ചെടുത്തിരുന്നു, കഴിച്ചിരുന്നു. ഇവയുടെ അവസാന സമയങ്ങളിൽ കാണണ്ടേ? അതെന്താണെന്ന് ഞാൻ പറഞ്ഞു വരുന്നതിന് മുമ്പ് വളരെ മനോഹരമായ ഒരു ഫ്ലൂട്ട് മ്യൂസിക് ആസ്വദിക്കൂ. പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കാത്തതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനാണ് ഇന്നോളം ഞാൻ താല്പര്യപ്പെട്ടുള്ളത്. അതിസുഗന്ധമേറിയൊരു പുഷ്പമാണിത്. അതിസുഗന്ധമുള്ളൊരു പുഷ്പം. സന്ധ്യ ആയാൽ വീടിന് മുന്നിൽ ഇതുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ രാത്രിയിലും ഇത്തരം പലതരം പുഷ്പങ്ങളുണ്ട്. ഇവയ്ക്ക് പ്രത്യേക സുഗന്ധം തന്നെയുണ്ട്. ഇത്തരം 10-13 തരം മരവാഴകളെ ഞാനിവിടെ നട്ടു വളർത്തിയിരുന്നു. എല്ലാം വളരെ സുന്ദര പുഷ്പങ്ങൾ പുറപ്പെടുവിക്കുന്നത് തന്നെ, സുഗന്ധമുള്ള പുഷ്പങ്ങൾ തന്നെ. ശരിക്കും ഉപയോഗമില്ലാത്ത എല്ലാ വസ്തുക്കൾക്കും നാം പറയുന്നൊരു പേരാണ് മരവാഴ. പ്രത്യേകിച്ച് കൊള്ളാത്തതിനെയാണ് അങ്ങനെ പറയുന്നത്. ശരിക്കും അതൊരു വലിയ തെറ്റല്ലേ? മരവാഴയാണിത്. സുഗന്ധം പുറപ്പെടുവിക്കുന്ന പുഷ്പം ഉപയോഗശൂന്യമാണോ? ഒരു ഉപയോഗവുമില്ലാത്തതിനെ മരവാഴ എന്ന് വിളിക്കാമെങ്കിൽ തീർച്ചയായും ഞാനും ആ വംശം തന്നെയാണ്, മരവാഴ. വളരെ അധികം ദിവസങ്ങളിൽ ഞാനിവരെ ഒരു നിശ്ചിത സമയത്ത് മാത്രം ക്യാമറയിൽ എടുത്തിരുന്നു. അതും ഒരേ തരത്തിൽ. ഏത് പൂവിൻ്റെ മുഖത്തേക്ക് ക്യാമറ തുടങ്ങുന്നുവോ അവിടെ തന്നെ തീർച്ചയായിട്ടും ഒരേ തരത്തിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ കാണുന്ന ചിത്രത്തിൽ ഇവർ പൂർണ്ണമായും എല്ലാ പൂക്കൂടുന്നകളും വിരിഞ്ഞിരിക്കുന്നു. അതിസുന്ദരവും സുഗന്ധം പുറപ്പെടുവിക്കുന്നതുമായ പുഷ്പങ്ങൾ. പൂക്കുടുന്ന ഹൃദയാവർജകമാണ് ഈ പൂക്കുടുന്ന. എത്രയോ സുന്ദര പുഷ്പം, എത്രയോ സുഗന്ധി, എത്രയോ സുഗന്ധമേറിയവ. മുതൽ വീഡിയോ ശ്രദ്ധിച്ചവർക്കെല്ലാം മനസ്സിലാവും. പശ്ചാത്തലത്തിൽ നിന്ന് മറ്റെല്ലാവരും പോയപ്പോഴും ഈ പൂവ് മാത്രം ഇവിടെയുണ്ട്.
ഇവരും ഇപ്പോൾ പിന്തിരിഞ്ഞു പോകുന്നത് കാണാം. അവർ പിന്തിരിഞ്ഞ് അങ്ങ് വെറുതെ പോവുകയല്ല ചെയ്തത്. അനന്തര തലമുറ വിത്തുകളായി അനേക പൂമ്പാറ്റകൾക്കും തേനീച്ചകൾക്കും അവരുടെ ഭക്ഷണമായും ഒക്കെ തീർന്നതിന് ശേഷമാണ് ഇവർ പിന്തിരിഞ്ഞു പോകുന്നത്. മനുഷ്യജീവിതവും തുല്യമല്ലേ? ഏതൊരു മനുഷ്യജീവിതവും ഇതേപോലെ തന്നെയാണ്. പൂക്കളെ പോലെ തത്തുല്യമാണ്. ജനിക്കുക, ജീവിക്കുക, പിന്തിരിയുക, മരിച്ചു പോവുക. അതല്ലേ? ഇതാണ് അനന്തരതലമുറ വിത്ത്. ഇനിയും എത്രയോ തവണ വീണ്ടും ഇതേപോലെ പൂക്കുടുന്നുകളായി ജനിച്ച് ജീവിച്ച് അനേകർക്ക് വേണ്ടി സുഗന്ധം ചൊരിഞ്ഞ് പിന്തിരിഞ്ഞ് പോകാൻ വേണ്ടി. ഇതൊരു വിഷസസ്യമല്ല. അനേക തലമുറ ജീവവർഗങ്ങൾ ഇതിൽ ജീവിക്കുന്നു. അവർക്കാർക്കും ഇതൊരു കായീച്ചയാണ്. നാം നട്ടു വളർത്തുന്ന സകല തരം പച്ചക്കറികളെയും കുത്തുന്ന കായീച്ചയാണ് ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നത്. അവരാണ് ഇപ്പോൾ അതിൻ്റെ വിത്തുകളെ ഭക്ഷിക്കുന്നവർ. പാവയ്ക്ക, പയർ, വെണ്ടയ്ക്ക അത്തരം കായീച്ചകൾക്കും ഇത് പ്രാപ്യമാണെങ്കിൽ ഇത് വിഷസസ്യമല്ല. അല്പം വാക്ക് തട്ടുതടസ്സങ്ങളൊക്കെ വരുന്നുണ്ട്, സദയം ക്ഷമിക്കുക. വീഡിയോയിൽ താല്പര്യം തോന്നിയാൽ തീർച്ചയായും ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വില്ലേജ് ട്രാവലർ മലയാളം. നീയില്ലെങ്കിൽ ഞാനെങ്ങനെ മഴയാകും, ഞാനെങ്ങനെ നിഴലാകും, ഞാനെങ്ങനെ ഞാനാകും. മഴയേ നിലാമഴയേ മരമേ വേനൽ മരമേ മഴയേ നിലാമഴയേ മരമേ വേനൽ മരമേ. നീയില്ലെങ്കിൽ ഞാനെങ്ങനെ വരിയാകും, നീ എങ്ങനെ സ്വരമാകും, നാം എങ്ങനെ പ്രിയമാകും. ഞാനില്ലെങ്കിൽ നീ എങ്ങനെ ശ്രുതിയാകും, ഞാനെങ്ങനെ മൊഴിയാകും, ഒന്നിച്ചൊരു പുഴയാകും. മഴവില്ലിൻ വർണ്ണം ചാലിച്ചന്നൊരു നാൾ മിഴിവേകി, മനസാകും മാമ്പൂക്കൾ കൊണ്ടാവോളം കഥയെഴുതി. മഴവില്ലിൻ വർണ്ണം ചാലിച്ചന്നൊരു നാൾ മിഴിവേകി, മനസാകും മാമ്പൂക്കൾ കൊണ്ടാവോളം കഥയെഴുതി.